ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 ശമൂവേൽ 16 അധ്യായം 23 വാക്യം. അക്കാലത്ത് അഹീഥോഫെൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ദാവീദിൻ്റെ ആലോചനക്കാരനും മന്ത്രിപദം അലങ്കരിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു അഹീഥോഫെൽ. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഗീലോൻ ആയിരുന്നു. യഹൂദ മലനാട്ടിലുള്ള ഒരു പട്ടണമായിരുന്നു ഗീലോൻ. ഈ പട്ടണം ഹെബ്രോനിൽ നിന്ന് വടക്ക് ആയിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഗീലോൻ എന്ന പട്ടണത്തിൻ്റെ ആധുനിക പേര് കിർബത്ത് ജാല ആണെന്ന് കരുതപ്പെടുന്നു. ദാവീദിൻ്റെ ഭാര്യയായി തീർന്ന ബത്ശേബയുടെ പിതാമഹനും ആയിരുന്നു അഹീഥോഫെൽ. അങ്ങനെയെങ്കിൽ മന്ത്രിയായ അഹീഥോഫെലിൻ്റെ പ്രവർത്തനം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ശരിയായ ഉപായങ്ങൾ നൽകുന്നതിൽ നിപുണൻ ആയിരുന്നു അഹീഥോഫെൽ. രാജമന്ത്രി ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ അഹീഥോഫെലിന് സാധിച്ചു. മാത്രമല്ല, ശരിയായ നിർദ്ദേശങ്ങളും ആലോചനകളുമെല്ലാം പറയുന്നതിൽ അഹീഥോഫെൽ വിജയിച്ചിരുന്നു. കാരണം 2 ശമൂവേൽ 16 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ, അതായത് നമ്മൾ കുറിവാക്യമായി വായിച്ച ആ വേദഭാഗത്ത് കാണുന്നതും, അക്കാലത്ത് അഹീഥോഫെൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീഥോഫെലിൻ്റെ ആലോചന എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ പ്രവർത്തിക്കാൻ അഹീഥോഫെലിന് സാധിച്ചു. എപ്പോഴും ദൈവകൃപയോട് കൂടിയ നേതൃത്വം അത് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുക, ദൈവകൃപയോടെ രാജാവിനെ നയിക്കുക, നീതിയോടെ സമാധാനത്തോടെ ജനത്തെ ഭരിക്കുക. ഇപ്രകാരമുള്ള കാര്യങ്ങൾ അഹീഥോഫെലിൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാമതായിട്ട്, അബ്ശാലോമിൻ്റെ പക്ഷം ചേരുന്ന അഹീഥോഫെൽ. ദാവീദിനെ വിട്ട് അബ്ശാലോമിനോട് ചേരുന്ന അഹീഥോഫെലിനെയാണ് ഇവിടെ കാണുന്നത്. 2 ശമൂവേൽ 15 അധ്യായം 12 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിൻ്റെ മന്ത്രിയായ അഹീഥോഫെൽ എന്ന ഗീലോന്യനെയും അവൻ്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ച് വരുത്തി. തുടർന്ന് ദാവീദിൻ്റെ അന്തഃപുരം കയ്യേറുവാനും ഓടിപ്പോകുന്ന രാജാവിനെ നേരിടുവാനും അഹീഥോഫെൽ അബ്ശാലോമിന് ആലോചന കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തുടർന്ന് അഹീഥോഫെൽ അബ്ശാലോമിനോട് പറയുന്നു, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്തു പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ എന്ന് ചോദിക്കുന്നു. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. ദാവീദ് രാജാവിനെ നശിപ്പിക്കുവാനായിട്ട് ആലോചന കൊടുക്കുന്ന അഹീഥോഫെലിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ അഹീഥോഫെലിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് 2 ശമൂവേൽ 17 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ അഹീഥോഫെൽ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. ആത്മഹത്യ ചെയ്ത് ആ അധ്യായത്തിന് അന്തിമ വിരാമമുണ്ടാകുന്ന അവസ്ഥയാണ് നമുക്കിവിടെ അഹീഥോഫെലിൻ്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നൽകുന്ന അവസരങ്ങൾ അത് പ്രയോജനകരമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ ദിവസം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ജീവനും ജീവിതവും ഞങ്ങൾ സ്വയം നശിപ്പിക്കുന്നവരായി തീരാതെ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.